അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു പ്രത്യേകത, മുഴുവൻ ഈ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ചർച്ചായിട്ട് ഇവിടുത്തെ അട്രാക്റ്റായിട്ട് എല്ലാം ചർച്ചിലുണ്ട്. എന്നാലും യോഗം കഴിഞ്ഞിട്ട് എത്ര മണി കഴിഞ്ഞാൽ പോയത്? എല്ലാവർക്കും ചർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ജീവനാണ്. അതുകൊണ്ടാണ് പിന്നെ ചർച്ചകളുള്ളതുകൊണ്ടാണ് നൈറ്റ് ക്ലബ്ബിൽ പോകാതെ. ശനിയാഴ്ച ചർച്ച അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ബാറിൽ പോകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പോകത്തില്ല, നമുക്ക് സിനിമ കാണാൻ പോകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം പോകത്തില്ലേ. ആരാണ്ട് അറിയുന്നു അത് ഇവിടെ ഈ രാജ്യം ഈ ആരാണ്ടത്. പക്ഷേ യു ആർ അറ്റാച്ച്ഡ് വിത്ത് എ ചർച്ച്. ആ ഒരു കൾച്ചർ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ വി മേ ലൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ. നമ്മളിപ്പോൾ തലമുറ പോയി എന്നൊക്കെ പറഞ്ഞ് മകളെ വെച്ചിട്ട് കാര്യമില്ല. ഇവർക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും? വാട്ട് ക്യാൻ വി ഡു ഫോർ ദ നെക്സ്റ്റ് ജൻ? ദാറ്റ്സ് മൈ കൺസേൺ. വാട്ട് ക്യാൻ വി ഡു? ഞാൻ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഇപ്പോൾ ചർച്ചകൾ തുറക്കപ്പെടട്ടെ. അത് വളരെ സത്യമാണ്. കാരണം 25 ബാർബിക്യൂ വെക്കട്ടെന്നേ, അൾട്ടിമേറ്റ്ലി വടം വലിക്കട്ടെന്നേ. ഞാനൊരു വട്ടം ഞങ്ങളുടെ ക്യാമ്പിൽ വടം വലിച്ചപ്പം ഞാൻ ഷർട്ട് ഊരിയിട്ട് തലയെക്കെട്ടും കെട്ടി വടം വലിച്ചപ്പോൾ ആരാണ്ട് ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു, ഇന്ന് നിന്നെ കാണിക്കാമെന്ന് പറഞ്ഞു. ഏതാ എടാ, നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ നിൽക്കണം, ഇതിന് ചർച്ചകൾ തുറക്കണം, അവിടെ ആക്ടിവിറ്റീസ് വേണം. അപ്പോൾ ഞങ്ങളുടെ ഞാൻ അന്ന് കണ്ട ഒരു പ്രത്യേകത, എല്ലാ പിള്ളേരും ചർച്ചിലായിരുന്നു. ഫുഡെല്ലാം വെച്ച് കൊടുക്കുക. ഞാൻ ഈ ഇടയ്ക്ക് എൻ്റെ അപ്പച്ചൻ്റെ സമയത്ത് ഇതൊരു നഷ്ടമാണ്, ഞങ്ങളുടെ ഒരു 60+ ഉള്ള ഒരാളെ ഞാൻ കണ്ടു. പുള്ളി ഇന്ന് അമേരിക്കയിലാണ്, മേ ബി 60+. അമേരിക്ക വെച്ച് ഞാൻ പറഞ്ഞു, അന്ന് ഇവർ സൺഡേ സ്കൂൾ പഠിക്കാൻ ഞങ്ങൾ അപ്പച്ചൻ അവരെല്ലാം യാക്കോബക്കാരൊക്കെയാണ് ഉള്ള നാട്ടിലുള്ള പിള്ളേരെ എല്ലാം കൂടെ കൂട്ടി അന്ന് ഞങ്ങളുടെ കൊച്ചു മുറ്റത്ത് സൺഡേ സ്കൂൾ അപ്പച്ചൻ വെക്കുമായിരുന്നു. സൺഡേ സ്കൂൾ വെച്ചിട്ട് ഇവരെയും കൊണ്ട് എന്ത് ചെയ്തു, ഈ പിള്ളേരെ എല്ലാം കൂടെ അന്നത്തെ കാലത്ത് ബസ്സേ കയറ്റി ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി. ആലപ്പുഴ ബീച്ചിലാണെന്ന് തോന്നുന്നു കൊണ്ടുപോയി, ആലപ്പുഴ ബീച്ചിൽ കൊണ്ടുപോയി തിരിച്ച് ചങ്ങനാശ്ശേരി വന്നിട്ട് ട്രെയിനെ കയറ്റി ചെങ്ങന്നൂർ ഇറങ്ങി. അപ്പോൾ അദ്ദേഹം എന്നോട് പറയണം, ആദ്യമായിട്ട് ട്രെയിനെ കയറുന്നത് സൺഡേ സ്കൂളിൽ പോയപ്പോഴാണ്. ആദ്യമായിട്ട് ബീച്ച് കണ്ടത് സൺഡേ സ്കൂളാണ്. പക്ഷേ സൺഡേ സ്കൂളിന് പോയപ്പോൾ ഈ ട്രെയിനിൽ ഇരുന്ന് ഇവർ പാട്ട് പാടിയാണ് പോയത്. ആ പാട്ട് പാടിയത് ആവേശം സിനിമയ്ക്കകത്ത് കട്ട ചോര വെച്ച് എന്തോ സോഡ സർബത്തൊന്നുമല്ല പാടിയത്, ജയൻ ജയ ഹല്ലേലൂയ പാടിയ പോയി. ട്രെയിനകത്തിരുന്ന് പാട്ട് പാടി പോയിട്ടൊക്കെ വന്നപ്പോഴത്തേന് എങ്ങനെ പോയാലും ഇവരുടെ അകത്ത് സീഡ് കിടക്കും. അപ്പം നമുക്ക് ഈ ചർച്ചകൾ ഒന്നുകൂടെ ഓപ്പൺ ആകുകയും പാസ്റ്റേഴ്സ്, ഞാൻ പറയും എൻ്റെ വർഗം ഒരു പരിധി വരെ അവർ ഓപ്പൺ ആകണം. പിള്ളേരെല്ലാം നമ്മുടെ ചർച്ചയിൽ കൂട്ടണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടെ ഇത്രയും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നിങ്ങൾ ഒരു വലിയ പ്രൊഫഷണൽ സെറ്റപ്പ്, അതിൻ്റെ ഒരു സെറ്റപ്പുണ്ട്. ഈ ഒരു സെറ്റപ്പ് ഒന്നും കാര്യമായിട്ടില്ലാതെ നമ്മുടെ കൊച്ചു ക്യാമറയെ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടായത് എന്തുകൊണ്ടാണ്? കർത്താവിനോടുള്ള ഉള്ളിൽ സ്നേഹമുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനൊക്കെ. ദേ കുഡ് ഹാവ് ഡൺ ലോട്ട് ഓഫ് തിങ്സ് അല്ലേ? ഒന്നുമില്ല, ചുമ്മാ കിടന്ന് ഉറങ്ങത്തില്ലേ? നല്ലൊരു വീക്ക് ഡേയിൽ ഒരു ഉച്ചയ്ക്ക്, ഇപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക്, നിങ്ങൾ തന്നെ രാവിലെ വന്ന് എഴുന്നേൽപ്പിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ ഐ റെസ്പെക്റ്റ് യു. അതുകൊണ്ടാണ് ചോദിച്ചാൽ നിങ്ങൾ വളർന്ന ഒരു ചർച്ചിൻ്റെ കൺസെപ്റ്റും ഇവിടെ വന്നപ്പോൾ ഒരു ചർച്ച